ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ബീഫ് പല്ലിക്കറി ആയിട്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലത്തെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറേ വെളിച്ചെണ്ണ യൂസ് ആക്കുന്നില്ല, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം യൂസ് ആക്കുന്നുണ്ടല്ലോ കേട്ടോ. ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമില്ലാതെ ബീഫ് എടുക്കണം കേട്ടോ. പിന്നെ അതേപോലത്തെ ചെറിയ മീഡിയം സൈസ് സവോള 2 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റേ. അതേപോലത്തെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. മുളക് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നമ്മൾ ഇഷ്ടം കേട്ടോ, കൂടുതലെങ്കിൽ ചേർത്ത് കൊടുക്കുക, കുറവെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ്. ഈ വെളിച്ചെണ്ണ മാത്രം യൂസ് ആക്കണമെന്നുണ്ടല്ലോ, വേറെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. പിന്നെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കൈ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കുക കേട്ടോ. പെട്ടെന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി തന്നെ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് എടുക്കുക. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കണേ. ലോ ഫ്ലെയിമിൽ ഞാനൊരു 5 വിസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർ ബീഫ് അനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. കുക്കായി നോക്കുക, കുക്കായിട്ടില്ലെങ്കിൽ ഒരു 2 വിസിൽ കൂടി അടുപ്പിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതാണ് ഈ ബീഫ് കറിയിലാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യേണ്ട. ഒരു 4 ചുവന്ന മുളക് എടുക്കുക കേട്ടോ. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതെടുത്താൽ കുഴപ്പമില്ല കേട്ടോ. എൻ്റെ കയ്യിലില്ല, അതാണ് ഞാൻ സാധാരണ മുളക് എടുത്തിട്ടുണ്ട്. ഒരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഗ്രാമ്പും ഏലക്കായും പട്ടയും അതൊക്കെ എടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ആവശ്യമില്ല, ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഈ സമയം കൊണ്ട് ബീഫ് വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓഫാക്കി സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ കട്ട് കുറച്ച് കുറവുണ്ട് കേട്ടോ. പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. 2 ഗ്രാമ്പ്, സ്റ്റാറില്ലേ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലേ, കൂടുതൽ എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ കട്ട് കുരുമുളക് എടുത്തിട്ടുണ്ട്. നെല്ലണം
സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി നാളികേരം എടുക്കാം കേട്ടോ. നാളികേരം സെയിം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് പിന്നെ ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതെല്ലാം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അതാണ് കുറച്ച് സമയം എടുക്കണമെന്നുണ്ട്. എന്നാലും അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൂടി വേണ്ടി വരും കേട്ടോ. കണ്ട ഇങ്ങനെ വേണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം 2 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ബോളിലേക്ക് മാറ്റാം കേട്ടോ. ഇതെല്ലാം ചൂടായ ശേഷം നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇത് കൂടുതലുണ്ടാക്കി വെച്ചാൽ നമ്മൾ ബീഫ് കറിക്കോ അല്ലെങ്കിൽ ചിക്കൻ കറിക്കോ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ലാസ്റ്റിൽ കുറച്ചും ചിക്കൻ കറി ആകുമ്പോൾ ലാസ്റ്റിൽ കുറച്ചും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവേ. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മൾ കറിക്ക്. ഇനി നമുക്കൊരു പാനും അടുപ്പത്തേക്ക് വയ്ക്കാം. അതിനുശേഷം ബീഫ് വെന്തെന്ന് നോക്കാം കേട്ടോ. ഞാൻ നോക്കിയിട്ടില്ല, വിസിൽ പോയിട്ട് ഞാൻ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമുക്കറിയാൻ പറ്റില്ല, ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതിട്ടാ. വെന്തെന്ന് നോക്കാം. കണ്ട വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലാകെ നമ്മൾ യൂസ് ആക്കിയത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ്. ഇനി സെയിം കുക്കറിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. വെള്ളം നമുക്ക് ആവശ്യമുണ്ടാകും. ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇല്ലെന്ന് നോക്കണമെന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊടിച്ച് മാറ്റി കൊണ്ടുവരാം കേട്ടോ. കണ്ട ഇങ്ങനെ ആയിട്ട് കേട്ടോ. ഇനി ഒന്നുമില്ല, ഇത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് കറി തിളച്ച ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ കുറച്ചും ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്പെഷ്യൽ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഉപ്പ് എരിവ് കുറച്ച് കുറവുണ്ടെങ്കിൽ അത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കുറച്ച് ഗ്രേവിൻ്റെ ടൈപ്പിലുണ്ടാവും കേട്ടോ. ഇത് നമുക്ക് പൊറോട്ടൻ്റെ കൂടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയോ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ പൊള്ളി ടേസ്റ്റ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോട്ടെ. ഇനി 2 മിനിറ്റ് തിളച്ച ശേഷം നമ്മൾ
സ്പെഷ്യൽ മസാല ചേർത്ത് കൊടുത്ത ശേഷം 2 മിനിറ്റ് തിളയ്ക്കണം കേട്ടോ. ഈ സമയത്ത് നോക്കാം, എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാമറ ഓഫായി പോയി. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ്. കുറച്ച് എരിവ് കുറവുണ്ട് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയെല്ലാം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.